റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയെ ആത്മഹത്യക്ക് തൊട്ടു മുമ്പ് ആദായനികുതി വകുപ്പ് ചോദ്യം ചെയ്തിട്ടില്ലെന്ന് പോലീസ്. CCTV ദൃശ്യങ്ങളിൽ ആദായനികുതി ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായതായി കണ്ടെത്തിയിട്ടില്ല. വെള്ളിയാഴ്ച റെയ്ഡ് ഉണ്ടായില്ലെന്ന IT വകുപ്പ് വാദവും പോലീസ് ശരിവെക്കുന്നു. SIT ആദായനികുതി ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തിട്ടുണ്ട്. റോയിയുടെ മൃതദേഹം അല്പസമയത്തിനകം ആശുപത്രിയിൽ നിന്ന് പുറത്തിറക്കും. രാവിലെ 10 മണി മുതൽ പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചയ്ക്ക് 2 മണിയോടെ ബെന്നാർഘട്ടയിലെ സെന്റ് ജോസഫ് ദേവാലയത്തിൽ സംസ്കാര ശുശ്രൂഷകൾ നടക്കും. ദീപക് മോഹനും അർജുൻ കല്യാടും ബാംഗ്ലൂരുവിൽ തന്നെയുണ്ട്. ദീപക് ഇപ്പോൾ CJ റോയിയുടെ മൃതശരീരമുള്ള ആശുപത്രിയിലാണ്. കല്യാട് ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആദ്യം നമുക്ക് ദീപക്കിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ് ദീപക്. ഗുഡ് മോർണിംഗ് കല്യാൺ. ദീപക്, ഏറെ വേദനിപ്പിച്ചതാണ് CJ റോയിയുടെ അന്ത്യം. ഇപ്പോൾ ഇന്ന് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത് പൊതുദർശനം 10 മണിക്ക്, അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം സെന്റ് ജോസഫ് ദേവാലയത്തിലേക്ക് കൊണ്ടുപോകും. CJ റോയിയുടെ ഒരു ആഗ്രഹമായിരുന്നു ബെന്നാർഘട്ടയിൽ തന്നെ ആയിരിക്കണം തൻ്റെ അന്ത്യം എന്നുള്ളത്. തൻ്റെ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയ അതേ ബാംഗ്ലൂരുവിൽ തനിക്ക് പ്രിയപ്പെട്ട നമ്പറായ 3 വരുന്ന 30 എന്ന ദിവസത്തിലാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങൾ, ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ആത്മഹത്യ ചെയ്യുന്ന ദിവസം CJ റോയിയെ ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ്. എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? എങ്ങനെയാണ് ഇന്ന് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്? ബന്ധുക്കളൊക്കെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടോ ദീപക്? അരുൺകുമാർ, ഞാനിപ്പോൾ ഉള്ളത് CJ റോയിയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന ശിവാജി നഗറിലുള്ള ബൗറിംഗ് ആശുപത്രിക്ക് മുൻപിലാണ്. ഇവിടെ എല്ലാ സംവിധാനങ്ങളും, അതായത് പ്രത്യേകം സജ്ജീകരിച്ച വാഹനം എത്തിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിലേക്ക് അല്പസമയത്തിനുള്ളിൽ റോയിയുടെ ഭൗതിക ശരീരം വാഹനത്തിലേക്ക് കയറ്റും. ഇവിടെ നിന്ന് 20 കിലോമീറ്റർ ദൂരമുണ്ട് ബന്നാർഘട്ടയിലേക്ക്. അവിടെ രാവിലെ 9 മണി മുതൽ പൊതുദർശനമാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. ഉച്ചവരെ പൊതുദർശനമുണ്ടാകും. അതിനുശേഷമായിരിക്കും അവിടെ നിന്ന് തൊട്ടടുത്തുള്ള സെന്റ് ജോസഫ് ദേവാലയത്തിലേക്ക് സംസ്കാര ശുശ്രൂഷ നടത്തുവാനായി കൊണ്ടുപോകുക. വൈകിട്ടോടു കൂടിയാണ് നിലവിൽ ഈ സംസ്കാരം റോയിയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള ബന്നാർഘട്ടയിലെ നാച്ചുറൽ കാസ്കേഡ് റിസോർട്ടിൽ തീരുമാനിച്ചിരിക്കുന്നത്. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുവാനായി ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത്. വൈകിട്ടോടുകൂടി സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. നമുക്കറിയാം, CJ റോയി എന്ന് പറഞ്ഞാൽ എളിയ രീതിയിൽ തൻ്റെ ബിസിനസ് പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ബാംഗ്ലൂരുവിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റുന്നതിൽ പ്രധാന പങ്കുവഹിച്ചൊരു ബിൽഡറാണ്. അദ്ദേഹത്തിൻ്റെ വേർപാട് ഒരുപാട് മലയാളികളെയൊക്കെ തന്നെ വലിയ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഒക്കെ ഈ മേഖലയിലുള്ള സമയത്തൊക്കെ തന്നെ നിരവധി മലയാളികൾ കേരളത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് റോയിയെ കാണാനായൊക്കെ ഈ ഭാഗത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ നമ്മളോടൊക്കെ കൂടുതൽ ആളുകൾ ഇപ്പോൾ CJ റോയിയുടെ ഭൗതിക ശരീരം 10 മണിയോടുകൂടിയാണ് പൊതുദർശനത്തിന് കൊണ്ടുപോവുക. അതിനുശേഷം അവിടെ നിന്ന് നേരെ സെന്റ് ജോസഫ് ദേവാലയത്തിലേക്കാണ്. ഈ നമുക്കറിയാവുന്നതുപോലെ ഒരുപാട് ആരാധകർ CJ റോയിക്കുണ്ട്. 13 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ആൾ കൂടിയാണ്. ഇപ്പോൾ നമുക്ക് ആ വാഹനം കാണാം. ദീപക്, CJ റോയിയുടെ മൃതശരീരവും വഹിച്ചുകൊണ്ട് പോകാനായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന വാഹനമാണ്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ എല്ലാ പ്രവർത്തകരും 10-25,000-ഓളം കൺസ്യൂമേഴ്സ് ഉള്ള, ഗുണഭോക്താക്കളുള്ള ഒരു വലിയ നെറ്റ്വർക്കിൻ്റെ 2,000 കോടിയിലധികം രൂപ ആസ്തി മൂല്യമുള്ള ഒരു വലിയ ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ്. സ്വാഭാവികമായും അതൊരു വലിയ വിലാപയാത്രയായിട്ട് മാറുമോ? സുഹൃത്തുക്കളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. പലരും വിദേശത്തായിരുന്നവർ പോലും അവിടെ എത്തിയിട്ടുണ്ട്. ഏറെക്കാലമായി അദ്ദേഹം താമസിക്കുന്നത് ദുബായിലാണ്. അതുകൊണ്ട് കാര്യമായ മറ്റു വേദികൾ ഇവിടെയില്ല. എല്ലാ ബന്ധുക്കളും വിദേശത്തു നിന്ന് എത്തിയിട്ടുണ്ട്, അല്ലേ ദീപക്? തീർച്ചയായും അരുൺകുമാർ, നിരവധി ആളുകൾ റോയിയുടെ മരണവാർത്ത അറിഞ്ഞ സമയം മുതൽ തന്നെ ഈ ആശുപത്രിയിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ രാവിലെ 8 മണിക്ക് മുൻപായി തന്നെ ഈ ബൗറിംഗ് ആശുപത്രി മോർച്ചറിയിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതിനനുസരിച്ചാണ് ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ച വാഹനം ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഭൗതിക ശരീരം പുറത്തേക്ക് കൊണ്ടുവന്ന ബന്നാർഘട്ടയിലേക്ക് കൊണ്ടുപോകും. അവിടെ റോയിയുടെ ഉടമസ്ഥതയിലുള്ള നാച്ചുറൽ കോൺഫിഡൻറ്റ് കാസ്കേഡ് എന്ന റിസോർട്ടിൽ കൺവെൻഷൻ സെൻറ്ററിലാണ് പൊതുദർശനം ഉണ്ടാക്കുക. ഉച്ചവരെ പൊതുദർശനം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ തീരുമാനങ്ങൾ വന്നിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഏകദേശം 1 കിലോമീറ്റർ ദൂരം, അതായത് ആശുപത്രിയിൽ നിന്ന് പൊതുദർശനത്തിന് കൊണ്ടുപോവുക. പൊതുദർശനത്തിന് ശേഷം ബന്നാർഘട്ടയിലേക്ക് കൊണ്ടുപോകുന്നതും ഈ വണ്ടിയിലായിരിക്കും, അല്ലേ ദീപക്? ഈ പുറത്തുനിന്ന് കാണാനുള്ള സൗകര്യമുണ്ടോ ആ വണ്ടിയിൽ? അരുൺകുമാർ, നിലവിൽ പുറത്തുനിന്ന് ഈ വാഹനം വിലാപയാത്രയിൽ പോകുമ്പോൾ പുറത്തുനിന്ന് കാണുവാനുള്ള സൗകര്യം നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴുള്ള ഈ ആശുപത്രിയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ദൂരമാണ് ബന്നാർഘട്ടയിലേക്കുള്ളത്. അവിടെ റോയിയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള നാച്ചുറൽ കോൺഫിഡൻറ്റ് കാസ്കേഡ് എന്ന
കൺവെൻഷൻ സെൻറ്റർ 3 സ്റ്റാർ ഹോട്ടലാണ്, റിസോർട്ടാണ്. അവിടെയാണ് പൊതുദർശനം ഉണ്ടാകുക. റോയിയുടെ ഒരു റോയിയുടെ തന്നെ ഒരു ആഗ്രഹമായിരുന്നു അന്തി ഉറങ്ങേണ്ടത് തൻ്റെ ആ മണ്ണിലാണ് എന്ന് കുടുംബത്തിനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നത്. അതനുസരിച്ചാണ് അവിടെ പൊതുദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലെയായിട്ടുള്ള സെൻറ് ജോസഫ് ദേവാലയത്തിലാണ് സംസ്കാര ശുശ്രൂഷകൾ ഉച്ചയ്ക്ക് ശേഷം നടക്കുവാനായി ഇപ്പോൾ തീരുമാനം വന്നിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും വൈകിട്ടോടുകൂടി ഈ കാസ്കേഡിൽ നാച്ചുറൽ കോൺഫിഡൻറ്റ് കാസ്കേഡ് ഗ്രൂപ്പിന്റെ അവിടെ സംസ്കാരം നടക്കുന്നത് എന്നാണ് ഇപ്പോൾ. തുടരണം ദീപക്. ഇപ്പോൾ ആശുപത്രിയിലാണുള്ളത്. ബെന്നാർഘട്ടയിൽ നമ്മുടെ പ്രതിനിധി അർജുൻ കല്യാടുണ്ട്. അർജുൻ കല്യാട്, ഗുഡ് മോർണിംഗ് അർജുൻ കല്യാട്. വളരെ വേദനിപ്പിക്കുന്ന ഒരു നിമിഷത്തിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. ഇന്ന് റോയിയുടെ അന്ത്യശുശ്രൂഷ ചടങ്ങുകൾ സെന്റ് ജോസഫ് ദേവാലയത്തിലാണ് നടക്കുക. റോയി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബെന്നാർഘട്ടയിലെ തന്റെ ആ കാസ്കേഡ്, നാച്ചുറൽ കോൺഫിഡൻറ്റ് കാസ്കേഡ് എന്ന് പറയുന്നത് തൻ്റെ ഒരു സ്വപ്ന പദ്ധതി കൂടിയായിരുന്നു. എപ്പോഴെങ്കിലും ജീവിതത്തിൽ നിന്ന് വിടവാങ്ങേണ്ടി വന്നാൽ എനിക്ക് ഈ മണ്ണിൽ ലയിക്കണം എന്ന് ബന്ധുക്കളോട് പറഞ്ഞിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് കൊറമംഗലയിലായിരിക്കും കൊണ്ടുപോവുക എന്നാണ്. പക്ഷേ ബെന്നാർഘട്ടയിലേക്ക് തന്നെ മാറ്റി. അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണോ? അവിടെയുള്ള കൺവെൻഷൻ സെൻറ്ററിലാണോ പൊതുദർശനത്തിന് വയ്ക്കുക 10 മണിക്ക്? ഡോക്ടർ അരുൺ, തീർച്ചയായിട്ടും റോയിയുടെ തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോട് ഇത്തരം ഒരു കാര്യം സംബന്ധിച്ചതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പിന്നീട് ആദ്യം നിശ്ചയിച്ചത് കൊറമംഗലയിലായിരുന്നു. പിന്നീടാണ് ഈ പറയുന്ന കോൺഫിഡൻറ്റ് കാസ്കേഡിലേക്ക് ഈ പറയുന്ന ശവസംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ മാറ്റിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ തൊട്ട് മുന്നിലാണ്. ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. നമുക്കിവിടെ ഒരു ബോർഡ് കാണാം. അതായത് റോയി പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓഫ് ഡോക്ടർ റോയി CJ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. അതായത് ഈ വലിയ സാമ്രാജ്യം, ഈ പറയുന്ന വലിയ സ്ഥാപനം ഈ റോയിയുടെ ഒരു സ്വപ്ന പദ്ധതി തന്നെയായിരുന്നു. ഇവിടെ പ്രവർത്തിക്കുന്നത് ഒരു ബിസിനസ് സ്കൂളും അതുപോലെ തന്നെ കോളേജും ഒക്കെയാണ്. കാരണം ബിസിനസ് സംരംഭകരായി വരാൻ താല്പര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് ഒക്കെ ഈ പറയുന്ന റോയിയുടെ അനുഭവത്തിൽ, അല്ലെങ്കിൽ റോയിയുടെ ഒരു സ്വപ്ന പദ്ധതി, അല്ലെങ്കിൽ അത്രയും വലിയ ഒരു സ്വപ്നം നെയ്തെടുക്കാൻ പാകത്തിലുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ പര്യാപ്തമായ രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടി ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിന് പുറമെ ഇവിടെ ഒരു കൺവെൻഷൻ സെൻറ്ററും അല്ലെങ്കിൽ വിപുലമായ സൗകര്യങ്ങളുള്ള ഒരു കാസ്കേഡ് തന്നെയാണ് ഇത്. ഈ പറയുന്ന സ്ഥാപനം, ഇതിന് അകത്ത് കൺവെൻഷൻ സെൻറ്ററിലാണ് ഇത്തരത്തിലുള്ള ഒരു പൊതുദർശനം ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ദുഃഖത്തിലുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെയുള്ളത്. ഇവിടെയുള്ള തൊഴിലാളികളോടൊക്കെ നമ്മൾ രാവിലെ വന്ന് സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയുന്നത്, റോയ് സാർ എപ്പോഴും ഇവിടെ വരുമ്പോൾ വളരെയധികം സൗമ്യമായ രീതിയിൽ, അതല്ലേ ഒരു മുതലാളി തൊഴിലാളി എന്ന രീതിയിൽ മാത്രമല്ല, അവർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരാൾ എന്ന രീതിയിൽ തന്നെയാണ് എപ്പോഴും ഇടപെടാറുള്ളത്. അതുകൊണ്ട് തന്നെ വളരെയധികം വേദനയുണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള തൊഴിലാളികളൊക്കെ പങ്കുവച്ചത്. എന്തായാലും വലിയ സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. 10 മണിയോടുകൂടി മൃതദേഹം ഇവിടത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ അത് അല്പം കൂടി നേരത്തെ ആക്കിയിട്ടുണ്ട്. കാരണം ഏകദേശം 20 കിലോമീറ്റർ അധികം യാത്രയുണ്ട്. അതായത് ഇപ്പോൾ നിൽക്കുന്ന ബൗറിംഗ് ആശുപത്രിയിൽ നിന്നും ഇവിടത്തേക്ക് 20 കിലോമീറ്ററിലധികം യാത്രയുണ്ട്. 10 മണിയോട് അടുക്കുന്ന സമയത്ത് നഗരത്തിൽ വലിയ ഗതാഗത കുരുക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നേരത്തെ ആക്കിയിട്ടുണ്ട്. ഒരു 9 മണിയോട് കൂടിയെങ്കിലും ഇവിടത്തേക്ക് എത്തിക്കാൻ പാകത്തിലുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ ഉള്ളത്. 2 മണിവരെ ഈ പറയുന്ന കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഈ സ്ഥാപനത്തിലായിരിക്കും പൊതുദർശനം നടക്കുക. ഇവിടെ നിന്നും 1 കിലോമീറ്റർ അകലെയാണ് ഈ ശുശ്രൂഷകളെല്ലാം നടക്കുന്ന ദേവാലയമുള്ളത്. അതിനുശേഷം വീണ്ടും ഇതേ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെയായിരിക്കും, അതായത് റോയി ഒരു സ്വപ്നം കണ്ടിട്ടുള്ള ആ സ്വപ്ന ഭൂമിയിൽ തന്നെയാണ് റോയിക്ക് അന്ത്യവിശ്രമം ഒരുക്കിയിട്ടുള്ളത്. അതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇന്നലെ തന്നെ പോലീസ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു വിപുലമായ രീതിയിലുള്ള ഒരു അന്വേഷണത്തെ തയ്യാറെടുത്തിരുന്നു. ഇന്നലെ കർണാടക ആഭ്യന്തര മന്ത്രി തന്നെ ഇതിനകത്ത് വിശദമായ രീതിയിലുള്ള അന്വേഷണം നടക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയതാണ്. ആ തരത്തിലേക്കുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോകുന്നത്. പക്ഷേ അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നിർണായകമായിട്ടുള്ള കാര്യം ഇപ്പോൾ പുറത്തു വരുന്നത്, ഈ പറയുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് ഇന്നലെ തന്നെ ശേഖരിച്ചിരുന്നു. പക്ഷേ ആ CCTV ദൃശ്യങ്ങളിൽ നിന്നും ഈ റോയ് മരിക്കുന്ന 30-ാം തീയതി ചോദ്യം ചെയ്യൽ എന്ന രീതിയിലുള്ള ഒരു കാര്യവും അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെ 30-ാം തീയതി അത്തരമൊരു ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ അത്തരത്തിൽ റോയിയെ ഏതെങ്കിലും തരത്തിലുള്ള വിളിച്ച് ഇരുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ നടപടികൾ ഈ പറയുന്ന ആദായ നികുതി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ആദായ നികുതി
വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരും അത്തരത്തിലുള്ള വിശദീകരണം നൽകിയിരുന്നു. ആ വിശദീകരണത്തെ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും അത് വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പിന്നീട് എന്താണ്, അതായത് ഇങ്ങനൊരു സമ്മർദ്ദമോ ചോദ്യം ചെയ്യലോ ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ പിന്നീട് എന്താണ് റോയി ഇത്തരമൊരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം 30-ാം തീയതി രാവിലെ മുതൽ റോയി ഈ സ്ഥാപനത്തിലുണ്ട്. അതായത് ഈ ആത്മഹത്യ നടന്നിട്ടുള്ള കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ബംഗളൂരുവിലെ ആസ്ഥാനത്തുണ്ട്. പക്ഷേ അതിനിടയിൽ വൈകുന്നേരം 3 മണിക്ക് ഇത്തരം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി റോയിയെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ നിർണായകമായിട്ടുള്ള തെളിവ് കണ്ടെത്താൻ വേണ്ടി കഴിയുന്നത് റോയിയുടെ കൈവശമുള്ള മൊബൈലുകളിൽ നിന്നായിരിക്കുമെന്നുള്ള ഒരു നിഗമനം കൂടി പോലീസിനുണ്ട്. അതിൻ്റെ പാസ്വേഡ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇന്നലെ തന്നെ കുടുംബത്തോട് ചോദിച്ചിരുന്നു. പക്ഷേ അത് ലഭിച്ചിട്ടില്ല. കാരണം മറ്റാർക്കും അത് അറിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ മൊബൈലുകൾ ഉൾപ്പെടെ വളരെ വിശദമായ രീതിയിൽ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ഉൾപ്പെടെ വിധേയമാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നതെന്ന് വേണം കരുതാൻ. എന്തായാലും ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഡോക്ടർ